അജ്ഞതയുടെ തിമിരം കൊണ്ട് അന്തരാകുന്നവരെ അറിവിന്റെ അഞ്ജനത്താൽ കണ്ണു തുറപ്പിക്കുന്നവനാണ് ഗുരു. രാജീവ് അഞ്ചൽ 97 സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ ഗുരു എന്ന സിനിമയിലെ പ്രശസ്തമായ വരികളാണിവ. ഒരു അധ്യാപികയും അധ്യാപകനുമൊക്കെ എന്താകണമെന്ന് ഇതിലും മനോഹരമായി പറഞ്ഞു വെക്കാൻ കഴിയില്ലെന്ന് കരുതിയ ഞാൻ ഈ ഇടയ്ക്ക് ഒരു അഭിമുഖം കാണാനിടയായി. ജനങ്ങൾക്ക് മനസ്സിലാകുന്നതും അവർ അംഗീകരിക്കുന്നതുമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ ഈ സമൂഹത്തില് ഒരല്പം കൂടെ സ്വീകാര്യത ലഭിക്കുകയില്ലേ എന്ന ചോദ്യകർത്താവിന്റെ ചോദ്യത്തിനുത്തരമായി മറുഭാഗത്തിരിക്കുന്ന വ്യക്തി പറയുന്നു, കരഘോഷങ്ങളും അംഗീകാരങ്ങളും നേടാൻ വാക്കുകളും നിലപാടുകളും വെട്ടിച്ചുരുക്കാൻ കഴിയുമായിരുന്നിട്ടും ഇരുട്ടിൽ കൊളുത്തി തിരിയിൽ തന്നെ താൻ കത്തിയമർന്നാലും ആ ചാരത്തിലെങ്കിലും മാറ്റത്തിന്റെ വിത്തുകൾ മുളയ്ക്കട്ടെ എന്ന. ലോകം വിരൽ ചൂണ്ടും എന്ന് തിരിച്ചറിഞ്ഞിട്ടും തനിക്ക് ഉത്തമ ബോധ്യമുള്ള വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകളെടുത്ത പച്ചയായ മനുഷ്യൻ. വില കൊടുക്കേണ്ട ഇടങ്ങളിൽ സ്വയം നഷ്ടപ്പെടുത്തിയാണെങ്കിലും പറയേണ്ട കാര്യങ്ങൾ എന്നും പറയാൻ ആർജവം കാണിച്ച കേരളത്തിന്റെ ആധുനിക മനുഷ്യൻ മൈത്രേയൻ. അക്ഷരം തെറ്റാതെ വിളിക്കാം ഗുരുവെന്ന അദ്ദേഹത്തെ. എന്റെ മതം, എന്റെ വിശ്വാസങ്ങൾ, എന്റെ രാജ്യസ്നേഹം എന്നിവയൊക്കെ ഒരു തിമിരമെന്ന പോലെ നമ്മുടെയൊക്കെ കാഴ്ചകളെ മറയ്ക്കുമ്പോൾ മൈത്രേയന്റെ വാക്കുകൾ അരോചകമായും വികലമായും ഒക്കെ തോന്നിയേക്കാം. പക്ഷേ അജ്ഞതയുടെ തിമിരമൊന്ന് മാറ്റിയാൽ അയാളുടെ ഉത്തരങ്ങളിലെ ധാർമ്മികതയും ശരിയുമൊക്കെ ഒരു മനുഷ്യനെന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയും. പുതുതലമുറയ്ക്ക് മുന്നേ നടക്കുന്ന മൈത്രേയന്റെ കൂടെ പോയിട്ട് ഒന്ന് അടുത്തുപോലും എത്താൻ ഇന്ന് ഈ സമൂഹത്തിലെ ഒരു വിഭാഗം മനുഷ്യർക്ക് കഴിയാത്തത് ഈ മണ്ണിൽ വേരിറങ്ങിയ പൊടിപിടിച്ച് കിടക്കുന്ന ഒരു യുക്തിക്കകത്തു നിന്നുള്ള മൂല്യബോധം അതൊന്നു കാരണം മാത്രമാണ്. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. മൈത്രേയന്റെ വാക്കുകളും അയാൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന ആശയങ്ങളും. അതല്ല, ഇനിയും നേരം വെളുക്കാത്തവരാണ് നിങ്ങളെങ്കിൽ അയാളെ പരിഹസിക്കാം, അധിക്ഷേപിക്കാം. പക്ഷെ കാലം അയാൾ ശരിയായിരുന്നുവെന്ന് ഒരിക്കൽ തെളിയിക്കും.